ഹായ് വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കൂട്ട്. ഇത് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കും കഴിച്ചിട്ട് പിള്ളേർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സാൻഡ്വിച്ച് ഇഷ്ടമാണ്, അതേപോലെ നമ്മൾ ബജ്ജി എല്ലാം കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നോയമ്പ് കാലമാണ്, നോയമ്പ് തുറക്കുന്ന ടൈമാണ്. അപ്പോൾ നോൺ വെജ് ആയിരിക്കും കൂടുതൽ എല്ലാവരും കഴിക്കുക. അപ്പോൾ വെജിൽ തന്നെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു ഹെവി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്, ടേസ്റ്റുമാണ്, വെറൈറ്റി. അതായത് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി നിങ്ങൾ തമ്മനയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് പനീർ വെച്ചിട്ടുള്ള പനീർ സാൻഡ്വിച്ച് ബജ്ജിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ റെസിപ്പി. ഫ്രണ്ട്സ്, അപ്പോൾ പനീർ സാൻഡ്വിച്ച് ബജ്ജി ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 500 ഗ്രാംസിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാക്കറ്റ് നമുക്കിനി ഒന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ സ്ലൈസായിട്ട് ബ്രെഡിൻ്റെ സ്ലൈസിൽ വെക്കുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്ര തിക്നെസ് വേണമെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്നൊരു 6 പീസ് കിട്ടുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ പീസായിട്ട് ശ്രദ്ധിച്ച് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു തിക്നെസ്സിൽ. കണ്ട, ഇപ്പം നമ്മൾ എല്ലാ പീസും കട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം നമുക്ക് 6 പീസ് സ്ലൈസ് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സ്മാഷ്ഡ് പൊട്ടറ്റോ ആണ്. അത് പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച ശേഷം ഉടച്ചെടുത്തതാണ്. ഇതേപോലെ ഉടച്ചെടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിക്ക് ശേഷം ജീരകപ്പൊടിയിലെ ചെറുജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഒരു കാശ്മീർ ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണം. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ചാട്ട് മസാലയാണ്. അത് അര ഒടുങ്ങി 1 ടീസ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടായാലും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 2 വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രണ്ണം ചെയ്യുന്നോ അതനുസരിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങാണെങ്കിലും എടുത്താൽ മതി. ഓവറായിട്ട് വേണമെന്നില്ല, ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ബജ്ജി മാവ് റെഡിയാക്കാം. അതായത് ബാറ്റർ റെഡിയാക്കാം ബജ്ജിക്ക് വേണ്ടിയുള്ള. ഞാൻ ഈ ഒരു കപ്പ് സൈസിൽ 2 കപ്പ് മാവ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കടലമാവ് 2 കപ്പ് ഉണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കാരണം നമ്മൾ ഓരോന്നിലും ഉപ്പ് സെപ്പറേറ്റ് ഇടുന്നതുകൊണ്ട് നോക്കി വേണം ഇടാൻ. ഇപ്പോൾ ഇതിന് വേണ്ട കറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അത് 1 ടീസ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കട്ട് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത ശേഷം വേണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അത് തിക്കായിട്ടുള്ളൊരു മാവ് വേണം നമുക്കുണ്ടത്. ഓവർ ലൂസും ആവരുത്. ഓവർ ലൂസായാൽ നമുക്ക് അതിൽ മുക്കി പൊരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു തിക്ക് ബാറ്ററാക്കി നമുക്ക് മിക്സ് ചെയ്ത് തീർക്കാം. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഈ ബജ്ജി മാവ് ഉണ്ടാക്കുമ്പോൾ അതിൽ കടലമാവ് മാത്രം യൂസ് ചെയ്യും. ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആവാനൊക്കെ നല്ലതായിരിക്കും. അതൊരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കറക്റ്റ് ഒരു ബാറ്ററാക്കി എടുക്കാം. തിക്നെസ് കറക്റ്റാക്കി എടുക്കാം. കണ്ട, ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കണ്ട, ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ. ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സാൻഡ്വിച്ച് റെഡിയാക്കാം. അതിനുവേണ്ടി മെയിനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ബ്രെഡ് വേണം. അപ്പോൾ ഞാനിവിടെ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 2 ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 2 ബ്രെഡ് സ്ലൈസ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഒരു ബ്രെഡ് സ്ലൈസിലേക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാവുമല്ലോ, കെച്ചപ്പ്, അത് നമുക്ക് ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് വേണ്ട, ആവശ്യത്തിന് മതി. ആവശ്യത്തിന് എല്ലാ സൈഡിലേക്കും 4 വശമാവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക.
അപ്പോൾ ഒരു സൈഡാണ് കേട്ടോ നമ്മൾ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത സൈഡിലേക്ക് നമ്മൾ ബ്രെഡ് സ്ലൈസിൽ മിക്സ് ചെയ്യുന്നത് ഇതെന്താണെന്ന് പറഞ്ഞാൽ പുതിന ചട്നി എന്ന് പറയും. പുതിനയിലയും പിന്നെ നമ്മുടെ മല്ലിയിലയും പച്ചമുളകും ഉപ്പും കൂടിയിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നതാണ്. ചട്നി പോലെ ടേസ്റ്റായിട്ട് കഴിക്കും. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഒരു ബ്രെഡിൻ്റെ സ്ലൈസിൽ അതും ഈ ഒരു സൈഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അത് തേച്ച ശേഷം വേണം നമുക്ക് അടുത്ത സംഭവം ചെയ്യാൻ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കണ്ടായിരിക്കുമല്ലോ നമ്മൾ ഉരുളൻകിഴങ്ങ് മിക്സ് ചെയ്തെടുത്തത്. ആ മിക്സിങ് നമ്മളെടുത്ത് കുറച്ചൊരു സ്പൂണിലെടുക്കുക. എന്നിട്ട് അത് ഒരു ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കൈ കൊണ്ടോ സ്പൂണോ ഉണ്ടോ നമുക്ക് ഓരോ രീതിയിൽ എങ്ങനെയാണെന്ന് ഓർത്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ഇതേപോലെ കണ്ടോ സ്പ്രെഡ് ചെയ്ത് മേലെ റെഡിയാക്കി വയ്ക്കുക, നിരത്തുക. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് നമ്മളുടെ പനീറില്ലേ അത് നമ്മൾ ഒരു സൈഡിലേക്ക് വയ്ക്കാം. ഒന്നില്ലെങ്കിൽ അതിൻ്റെ നേരെ തന്നെ വയ്ക്കാം, ഇല്ലെങ്കിൽ എങ്ങനെ വേണം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വയ്ക്കാം. എന്നിട്ട് അത് നേരെ ഈ പറയുന്ന നമ്മളുടെ പൊട്ടറ്റോയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സാൻഡ്വിച്ച് രൂപത്തിലേക്ക് നമ്മൾ മാറ്റുക. കണ്ടോ ഇതേപോലെ ഇരിക്കും. ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണും, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ആ ലെയർ ഇരിക്കുന്നതിൻ്റെ അതിൻ്റെ ഭംഗിയെല്ലാം കണ്ടോ. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയ ഓരോ ലെയറായിട്ട് എന്ത് രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അപ്പം ഫ്രൈ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ്. എന്നിട്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവില്ലേ, കടലമാവിൻ്റെ ബജി മാവ്, ആ മാവിലൊന്ന് മുക്കിയെടുക്കുക. മുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക, വിട്ടു പോകാതെ. അങ്ങനെ എടുത്ത ശേഷം നമ്മൾ ചൂട് എണ്ണയിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കുക. എണ്ണ നമുക്ക് ഏതാണെന്നോർത്ത് യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവറാണ് ഓയിൽ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കിതുപോലെ ഓരോ പീസും മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലൊരു 4 പീസ് വരെ നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരെണ്ണം ഞാൻ കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ ഒരു വലിയ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ എടുത്ത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ നമുക്ക് നല്ല രസമായിരിക്കും. കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നത് കാണാനും പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒന്ന് മാവൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്യുക. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ രീതിയിൽ. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഓരോന്നും എടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസും ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെപ്പോഴും കഴിക്കാറുള്ളതാണ്, ബജിയും കഴിക്കാറുണ്ടാവും, സാൻഡ്വിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വേറൊരു ഫ്ലേവർ തന്നെയാണ്, ഒട്ടും മോശമല്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. കണ്ടോ അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഒരെണ്ണം കാണിച്ചിട്ടുണ്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര കൊതിയാവും കഴിക്കാൻ. അപ്പോൾ നമ്മളുടെ സാൻഡ്വിച്ച് ബജ്ജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു സോസിൽ മുക്കി ഡിപ്പ് ചെയ്ത് ഇതേപോലെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ കണ്ടതുപോലെ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് കഴിച്ചു. പ്ലേറ്റ് എല്ലാം വേഗം കാലിയായി. എല്ലാവരും, മുതിർന്നവരാണെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിച്ചു. ഹസ്ബൻഡ്, അനിയനും ഫാമിലിയാണ് വന്നത്. അപ്പോൾ അവരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ബജിയും നമ്മുടെ സാൻഡ്വിച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ്. നമ്മളെപ്പോഴും കഴിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.